സിനിമാ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫിലിം ചേംബർ വിളിച്ച സിനിമാ സംഘടനകളുടെ യോഗം കൊച്ചിയിൽ തുടങ്ങി. ഫിയോക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സിനിമാ സമരം ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നിർമ്മാതാവ് സജി നന്ദിയാട്ട് പറഞ്ഞു. ഗവൺമെന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമരത്തിലേക്ക് പോകരുത്, പോകുന്നതിന് മുമ്പ് ഞങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത് തീരുമാനിക്കും. സമരം വേണോ വേണ്ടയോ, ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് പോകണോ. പക്ഷേ ഈ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുതിയതായ ഒരു ഡിമാൻഡല്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും. സമരം വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇനി വേണമെങ്കിൽ എന്നാണ് ദിവസം സൂചനാ പണിമുടക്ക്. ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? അനുജ, സിനിമാ സമരം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേംബർ വിളിച്ച് യോഗം ആരംഭിച്ചിട്ടുണ്ട്. എക്സിബിറ്റേഴ്സും ഫിയോക്കും അതോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികളുമാണ് യോഗത്തിൽ പങ്കുചേരുന്നത്. ജൂൺ 1 തീയതി മുതൽ സിനിമാ സമരം എന്നതായിരുന്നു കഴിഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചത്. അതിനുമുമ്പ് ഒരു സൂചനാ പണിമുടക്കുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിനിമാ സംഘടനാ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാർ, സമരം ഒഴിവാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ സിനിമാ സമരം ഒഴിവാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തീരുമാനം അല്പസമയത്തിനകം തന്നെ യോഗത്തിന് ശേഷം ഉണ്ടാകും. ഒപ്പം ഈ സർക്കാരിന് മുന്നിലേക്ക് വെക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. അനുജ, ശരി, സിനിമാ സമരവുമായി മുന്നോട്ട് പോകണോ എന്നുള്ളതിൽ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഫിലിം ചേംബർ വിളിച്ച യോഗം കൊച്ചിയിൽ തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണത്തിനെതിരെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച സർവകക്ഷി യോഗം തുടങ്ങി.